ഏകദേശം ഇത്ര അടുത്തുനിന്നാണ് പിടിക്കുന്നത്. ഞാൻ മൂപ്പർ അടിച്ചു നോക്കുമ്പോൾ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ മൂപ്പർ അമുക്കി വെച്ചിരിക്കുകയാണ് ചെങ്ങായിനെ. ഇപ്പൊ അതേ സ്ഥാനത്ത് എന്റെ സ്ഥാനത്ത് വേറെ ഒരുത്തനാണെങ്കിൽ ഓടും. എത്ര അഹങ്കാരം വിചാരിച്ചിട്ടും കാര്യമില്ല, നല്ല മനസ്സുണ്ടാവുക. എനിക്ക് ബോധം പോയത് കൊണ്ടാണ് ഇതൊന്നും കൂടുതൽ എനിക്ക് അറിയാൻ പറ്റാണ്ടായത്. ഞാൻ ബോധം കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ബോധം വന്ന് ഞാൻ കൈയിട്ട് നോക്കുമ്പോൾ എൻ്റെ തലയോട്ടിയിലേക്കോട്ടാണ് എൻ്റെ കൈ പോയത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ തിരിച്ചു വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതൊന്നും അല്ലല്ലോ, ഉള്ള അനുഭവമാണല്ലോ, എന്നെ യഥാർത്ഥമാണല്ലോ. ഇതിൽ കള്ളത്തരമില്ല, ഒരു ശതമാനം പോലും ഇതിൽ കള്ളത്തരമില്ല. യഥാർത്ഥം തന്നെ കടുവ പിടിച്ച് തന്നെ ഞാൻ ഭാഗ്യം കൊണ്ട് കഴിച്ചലായത്, അത് രക്ഷപ്പെട്ടതാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും, ദൈവത്തോടും. ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ തിരിച്ചു വരുന്നത് വിചാരിച്ചതല്ല. ഒത്തിരി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും നന്ദി എല്ലാവരോടും. എൻ്റെ ജീവിതകാലം വരെ എല്ലാവരോടും കടപ്പെട്ടിരിക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു മാസം മുന്നേ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒത്തിരി അധികം ആൾക്കാർ കണ്ടിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോറസ്റ്റ് വാച്ചറെ കടുവ അതിക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. 50-ലധികം സ്റ്റിച്ച് അദ്ദേഹത്തിന് തലയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഞാനിവിടെ കാണാനായിട്ട് വന്നു. അദ്ദേഹത്തിനോട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ ഒത്തിരി അധികം ആൾക്കാർ കണ്ടു. ഏകദേശം 10-75,000 വ്യൂസെങ്കിലും ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരുന്നു. അതുമാത്രമല്ല, ഒത്തിരി അധികം കമൻറ്റുകൾ, അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ടുള്ള ഒത്തിരി അധികം കമൻറ്റുകളും വന്നിരുന്നു. മാത്രമല്ല, നമ്മൾ ആ വീഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ആ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒത്തിരിയധികം ആൾക്കാർ അദ്ദേഹത്തെ സാമ്പത്തികമായിട്ടും സഹായിച്ചു. ഒരു ആന വരുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാം. അതൊരു കമ്പ് പൊട്ടിക്കാതെ വരില്ല. ടൈഗർ വരുന്നത് അറിയില്ല. എനിക്ക് ബോധം പോയി. അപ്പോഴത്തേക്ക് മറ്റവനായി കണ്ടത് തേച്ചു. അപ്പം നമ്മുടെ വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം, വെറും 2500 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലാണ് നമ്മുടെ. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുകയും അത് ഒത്തിരി അധികം ആൾക്കാരിലേക്ക് എത്തുകയും മാത്രമല്ല, ആ ഒരു വീഡിയോയിൽ നിന്ന് അദ്ദേഹത്തിന് ഒത്തിരി അധികം സഹായവും കാര്യങ്ങളൊക്കെ കിട്ടി. അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. മാത്രമല്ല, ഒത്തിരി അധികം നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടും കൂടിയാണ് ആ വീഡിയോ വൈറലായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായതിൽ ഞാൻ ഒത്തിരി അധികം സന്തോഷിക്കുന്നു. കാരണം നമ്മളൊരു ചെയ്തൊരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. നമ്മൾ മലയാളികളുടെ ഒരു മനസ്സും കൂടെയാണ് നമ്മളിവിടെ കാണേണ്ടത്. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മലയാളികൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ്. മലയാളികൾക്ക് മാത്രമേ മലയാളികളുടെ വിഷമം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഒത്തിരിയധികം ആൾക്കാർ അദ്ദേഹത്തെ സഹായിച്ചു. അതുമാത്രമല്ല, അന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയൊക്കെ ഉണ്ടായി. അതായത് ആ ഫോൺ കോളിൽ അവരുടെ ആവശ്യം ഇതായിരുന്നു, ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഞാൻ ആരാണ് എവിടെ നിന്നാണ് എന്നൊന്നും ചോദിച്ചിട്ട് ഒരു മറുപടിയും എനിക്ക് തന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കോള് കട്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഞാൻ നമ്പർ നോക്കുമ്പോൾ അതൊരു ഇൻ്റർനെറ്റ് കോളായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ ഇവരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇത്തരം പല സംഭവങ്ങളും ആ ഒരു വീഡിയോ കാരണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൃത്യം ഒരു മാസത്തിന് ശേഷം നമ്മൾ അതേ വീട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് നേരിട്ട് നമ്മൾ ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിന് കുറഞ്ഞോ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാം. ഈ കാടിൻ്റെ ഏത് മുക്കിലും മൂലം പോകണമെങ്കിൽ അവരെന്നെ പോകണം. പിന്നെ വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈ വാച്ചർ പണിക്ക് പോകുന്നത്. സത്യം. ഇപ്പൊ പടക്കം പൊട്ടിച്ചിട്ടും പോയില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിക്കാൻ? വച്ചിട്ട് ശരിക്കും ഇവിടുന്ന് 46 പറഞ്ഞത്. അവിടെ എടുത്തപ്പോ 50 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 50 സ്റ്റിച്ച്.
ചേട്ടാ ആ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് കണ്ടപ്പോൾ കിടപ്പായിരുന്നു. ഒരു മാസം കൊണ്ട് ഇത്രയും വ്യത്യാസം വന്നല്ലേ? അതെ അതെ. ഒരുപാട് എത്ര ദിവസമായി എനിക്ക് നടക്കാനൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പോൾ ഒരാഴ്ചയായില്ലേ? ഇപ്പം എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ട് ചെറിയൊരു ഇതിലെ വേദന, നെഞ്ചിൻ്റെ അതിൽ സൈഡിൽ വേദന ഉണ്ട്. പിന്നെ തലയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വേദന കിടക്കുമ്പോൾ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വേദന കണ്ണിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. ആണല്ലേ? അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എത്ര നാൾ കിടന്നായിരുന്നു? 1.5 മാസം. 1.5 മാസം കിടന്നു. 1.5 മാസം കിടന്നല്ലേ? കണ്ടിന്യൂയായിട്ട് 1.5 മാസം കിടന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ കാണിച്ചിരുന്നത്? ആ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 ദിവസം അവിടെ കിടന്നു. അതിന് ഡിസ്ചാർജ് വന്നിട്ട് ബാക്കി ഒരു ദിവസം ഒരു മാസം 5 ദിവസം ഇവിടെ കണ്ടിന്യൂയായിട്ട് കിടന്നു. അപ്പോൾ എല്ലാവരും ഒത്തിരി സഹായിച്ചതിൻ്റെ പേരിൽ അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ഇത്ര ആൾക്കാർ ഇത് വീഡിയോ കാണുന്നു. ഇത്ര ആൾക്കാർ വീഡിയോ കാണുന്നു. ഇത് എല്ലാവർക്കും ചേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം നേരിട്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് ഇപ്പം അത്രയും വീഡിയോ കണ്ട അത്രയും ആൾക്കാരോട് ചേട്ടന് ഈ പറയുന്ന ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ സമയത്ത് എൻ്റെ ഈ വാക്കുകളൊക്കെ ശ്രവിച്ചതിനും എല്ലാവരും എൻ്റെ അനുഭവമാണ് ഞാൻ ശരിക്കും പങ്കുവെച്ചത്. എൻ്റെ ഞാൻ ജനിച്ച് വളർന്ന ഈ അനുഭവമാണ് ഞാൻ ഇതിൽ പങ്കുവെച്ചത്. എന്തായാലും വന്നു എൻ്റെ വീഡിയോ എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു. ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും, ദൈവത്തോടും. ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും തിരിച്ചു വന്നു. ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയും. പിന്നെ ഒരുപാട് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട്. ഒത്തിരി ആൾക്കാർ, അതായത് 99% ആൾക്കാരും ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുമ്പോഴും ഒരു കോള് എനിക്ക് വന്നു. ഒരു ഇൻ്റർനെറ്റ് കോളാണ് വന്നത്. അതായത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ ഒരു കോള് വന്നത്. സത്യം പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കോളായതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂല, ആരെ തിരിച്ച് വിളിക്കാനും കിട്ടൂല. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി കട്ടായി കളയുകയും ചെയ്തു. അപ്പോൾ ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതൊന്നും അല്ലല്ലോ, ഉള്ള അനുഭവമാണല്ലോ. എന്നെ യാഥാർത്ഥ്യമാണല്ലോ. ഇതിൽ കള്ളത്തരമില്ല, ഒരു ശതമാനം പോലും ഇതിൽ കള്ളത്തരമില്ല. യഥാർത്ഥം തന്നെ കടുവ പിടിച്ച് തന്നെ ഞാൻ ഭാഗ്യം കൊണ്ട് കഴിച്ചലായതാണ്, രക്ഷപ്പെട്ടതാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട്, അയാളൊക്കെ ദൈവത്തിൻ്റെ കടാശവും പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ എന്നെ അറിയുന്ന ഒത്തിരി ആളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കുന്നതും. അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ ഭീഷണിപ്പെടുത്തിയ ആൾക്കാർ മൂപ്പർ ഭീഷണിപ്പെടുത്തി ഞാൻ അറിഞ്ഞു. പക്ഷെ എങ്കിൽ ഇല്ലാത്തതല്ല ഉള്ളതല്ല മൂപ്പർ ചെയ്തുള്ളൂ. പിന്നെ ഇത്ര ആൾ കാണുന്നു, 80,000 1,00,000 ആൾക്കാർക്ക് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി എല്ലാവരും നന്ദി. ഈ പറഞ്ഞ ആൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്ത ആൾക്കാരോടും നന്ദിയുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ ഇല്ലാത്തല്ല ഉള്ളതാണ്, അനുഭവമാണ്, അല്ലാണ്ട് വെറുതെ അല്ല. മരണത്തിന് മുമ്പ് കഷ്ടിച്ച് മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ. അതെ അതെ. ചേട്ടൻ്റെ അനുഭവം, ചേട്ടൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞത്. അതെ അതെ. അതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. അതെ. 1% പോലും ഇതിൽ കള്ളത്തരില്ല. 1% പോലും കള്ളത്തരില്ല. ഉള്ള 100% സത്യമാണ്. ഇത് അനുഭവിച്ചതാണ് ഞാൻ, എനിക്ക് സംഭവിച്ചതാണ് ഇതിൽ. ഞാൻ അങ്ങനെ വ്യക്തിയേ അല്ല. പോലും കടുവ കടിച്ചെന്നൊക്കെ ആരെങ്കിലും നുണ പറയൂ? ഇല്ലല്ലോ, അതിന് തെളിവുണ്ടല്ലോ നമുക്ക് കാണാൻ. എന്നെ മാന്തിയതും കൂടിയല്ല, പിടിച്ചതാണ്. അതെ അതെ അതെ. ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലാതാ. ഒരു നീർച്ചാല് ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിച്ചത്. ആ നീർച്ചാലൊക്കെ എന്നെ എടുത്തിട്ടിട്ട് പിടിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ അത് യഥാർത്ഥ അതിൻ്റെ ഭീകരത ആ മൂപ്പർ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. എനിക്ക് ബോധം പോയത് കൊണ്ടാണ് ഇതൊന്നും കൂടുതൽ എനിക്ക് അറിയാൻ പറ്റാണ്ടായിപ്പോൾ. ഞാൻ ബോധം കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ബോധം വന്ന് ഞാൻ കൈയിട്ട് നോക്കുമ്പോൾ എൻ്റെ തലയോട്ടിയിലേക്കോട്ടാണ് എൻ്റെ കൈ പോയത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഭാര്യേൻ്റെ അടുത്ത് വന്നിട്ട് പോയതാണ്, വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ഒന്നും മനസ്സിലായി, നമ്മളൊന്നുമല്ല, ഈ ഭൂമിയിൽ ഒന്നുമല്ല എന്ന് മനസ്സിലായി. എത്ര അഹങ്കാരം വിചാരിച്ചിട്ടും കാര്യമില്ല. നല്ല മനസ്സുണ്ടാവുക. നമ്മളെ മനസ്സിന് വേണ്ടത് ഏറ്റവും നല്ല മനസ്സാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നാളേക്ക് നമ്മളെ എന്ത് ചെയ്യും, പലതിലും നമ്മളെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരണമെങ്കിൽ അതേ ഉള്ളൂ പ്രാർത്ഥന. ജനങ്ങൾ പ്രാർത്ഥന മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ലത് പ്രവർത്തിക്കാം, നല്ലത്
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതന്നെ. അതെ ഈ നാട്ടിലാണേലും ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണേലും വഴിയൊക്കെ അന്വേഷിച്ചപ്പോഴാണേലും ചേട്ടൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വന്നല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. അതെ, ഒത്തിരി ആൾക്കാർ, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ, ഇതറിയാം വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോയിൽ എന്നെ മനസ്സിലാവാത്ത ആൾക്കാർ ഓ നിങ്ങളായിരുന്നോ എന്നോട് ചോദിക്കുന്ന ഒരുപാട്, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടൊന്ന് ഓടിപ്പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയിട്ട് സഹായിക്കുന്ന ആളാണ്. വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ, നമ്മളെ ഈ പ്രദേശത്ത് എനിക്ക് നേരിട്ട് മനസ്സിലായതാണ്. എൻ്റെ ഏരിയയിൽ വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ പറയുന്ന കള്ളത്താരാണോ അല്ലെങ്കിൽ ഇതിൽ പിന്നെ എന്താ പറയുക എഡിറ്റ് ചെയ്യുന്നതാണോ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എന്നെ കുറിച്ച് അന്വേഷിച്ചോ, വേറെ എന്ന് പറയാം. ഏതായാലും ഇത്തരം പെട്ടെന്ന് ഇതൊന്ന് എന്താ പറയാ ക്യൂറായി എണീറ്റ് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന് ഒരു വലിയ ആഗ്രഹം. എല്ലാവരും എന്നെ സഹായിച്ചു, ഒരുപാട് ചാനലുകാരും അതുപോലെ തന്നെ സാറുമാരും എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരാളെന്നല്ല, എൻ്റെ ബന്ധുക്കളും എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങൾ സാറുമാരൊക്കെ 3-6 പ്രാവശ്യം വന്നു. നമ്മളെ ഡെപ്യൂട്ടി റേഞ്ചറാണ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി എൻ്റെ സ്റ്റാഫുകളും ഫോറസ്റ്റിലെ സ്റ്റാഫുകളൊക്കെ വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങൾ നടക്കണം, ഇങ്ങനെ ഇരുന്ന പോലെ നിങ്ങൾ ഇറങ്ങണം, നിങ്ങളെ കുറവല്ലാതെ ഇവിടെ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മളെ പറയുന്നുണ്ട്, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് ഒന്നും പറയും. തിരിച്ച് അതേ ജോലിക്ക് തന്നെ പോകാനാണോ? തിരിച്ച് ആ ജോലിക്ക് പോകണം, അല്ല വേറെ മാർഗമില്ല. ഇത് പിന്നെ ഒന്നാമത് ഇത് കൊണ്ടൊന്നും നടക്കൂല. ഇവിടെ ഫോറസ്റ്റിന്റെ ഏരിയ ആണല്ലോ. ഒരു എന്താ പറയുക, ഒരു പച്ചക്കറി കണ്ടാൽ പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ലോണും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വീട് പണി എടുക്കണം, വീട് പൊളിഞ്ഞാൽ ഇങ്ങനെ പോയി കിടക്കുക, കിടന്നുറങ്ങ കൃഷിക്കാരനായ കിടന്നുറങ്ങുന്ന ഒരു വീട് ഉണ്ടാവൂല. അതങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സഹായിച്ചു, ഒത്തിരി നന്ദിയുണ്ട് എല്ലായിടത്തും. സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും നന്ദി എല്ലാവരോടും. എൻ്റെ ജീവിതകാലം വരെ എല്ലാവരോടും കടപ്പെട്ടിരിക്കും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും സഹായിക്കുക. ഞാനിതുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. ഒരാൾക്ക് സുഖേട് വന്നാലും കാര്യങ്ങളൊന്നും പിരിവും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യും. അതിന് വേറെ പിരിവെടുത്തും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ദൈവം ആരോഗ്യത്തോടെ വന്നാൽ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ വരട്ടെ. എന്താ പറയാ, ഇനിയും മുന്നോട്ട് ഒത്തിരി പേരെ സഹായിക്കാനും അതുപോലെ തന്നെ ചേട്ടൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ഒത്തിരി ആൾക്കാർക്കും ചേട്ടനോടെ ഒത്തിരി എന്താ പറയുക നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടും മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഇനി ആ മറ്റേ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം കൂടെ ഒന്ന് അറിയണം. എന്തായിരുന്നു അന്ന് നേരിട്ട് നടന്നതെന്നുള്ളത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കാമല്ലോ. ചേട്ടന്റെ ബോധം പോയി എന്നല്ലേ പറഞ്ഞേ. അപ്പൊ പുള്ളിക്കാരനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാലോ. അതും കൂടെ ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി നന്ദി കേട്ടോ, കുറച്ച് നേരം നമ്മളോട് സാധിച്ചു എല്ലാവരോടും. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു തലയ്ക്ക് പരിക്ക് പറ്റിയ ആ ഒരു ഭാഗം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. നമ്മളത് ഇപ്പോൾ അത് ഉണങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ കടുവ മാന്തിയ പാട് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ആ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ നേരിട്ടൊന്ന് കാണാം. ഇത് മാത്രമല്ല, തൊട്ട് താഴെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടോ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഉണങ്ങി തുടങ്ങി. ഇപ്പോൾ ഏതായാലും ഇതാണ് ഇപ്പോൾ നമുക്ക് തലയിൽ കാണാൻ നല്ല ഒരു പാട് തന്നെയാണ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഏതായാലും ഇത്രയൊക്കെ ആയി കുറഞ്ഞു കിട്ടിയില്ല. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. നമ്മളിപ്പോൾ ആ രണ്ടാമത്തെ വാച്ചറിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹമായിരുന്നു വെങ്കടദാസ് എന്ന് പറഞ്ഞ ഈ ചേട്ടൻ്റെ കൂടെ അന്ന് അദ്ദേഹത്തെ കടുവ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വാച്ചറിനെയാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ആ ഒരു കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. ചേട്ടനാണല്ലേ അന്ന് ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ചന്ദ്രനാണ്. ചന്ദ്രൻ. അപ്പോൾ അന്ന് ശരിക്കും എന്താ എങ്ങനെയാണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് പിന്നെ കാവലിന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ കെട്ടാണ്, അപ്പുറം ഇപ്പുറം 2 സൈഡ് കുയ്യ. ഈ കെട്ടിൻ്റെ മുകളിൽ നിന്നാണ് ഇയാളെ പിടിക്കുന്നത്. പുറകു കൂടി വന്നാൽ പിടിച്ചത്.
എങ്ങനെയാ മാന്തുവാണോ ഇത് അതേ ശരിക്കും കടിച്ചോ? സംഭവം ഇയാൾ എടുത്തിട്ട് ഒരു 2-3 മീറ്ററിന്റെ അപ്പുറം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഈ കുഴിന്റെ മുകളിൽ കൂടിയാണ് ഇയാളെ കൊണ്ടുപോയിട്ട് അപ്പുറം കുഴിയിലേക്ക് ഇയാൾ മറിഞ്ഞു പോവുകയാണെങ്കിൽ തലകുത്തി മറിഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ കുഴിയിലേക്ക് അങ്ങനെ പോവുള്ളൂ. പക്ഷെ അത്ര ദൂരം വരില്ല. ഏകദേശം ഇത്ര അടുത്തുനിന്നാണ് പിടിക്കുന്നത്. ഞാൻ മൂപ്പർ അടിച്ചു നോക്കുമ്പോൾ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ മൂപ്പർ അമുക്കി വെച്ചിരിക്കുകയാണ് ചെങ്ങായിനെ. അപ്പോൾ ഈ ടോർച്ച് അടിച്ചപ്പോഴാണ് ഈ ടൈഗർ എടുത്ത് ചാടുന്ന ചാട്ടത്തിൽ ഈ മൂപ്പറയും എടുത്തു വിടുന്ന അത്ര ദൂരം ഇട്ട് കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സംഭവം ഉള്ളത്. കടി തലയോട്ടിക്ക് തലയോട്ടിക്ക് കാരണം എന്താ വെച്ചാൽ ഇരുന്നത് കൊണ്ട് ഈ പുറകുന്ന് തലയോട്ടിക്കാ പിടിച്ചത്. കഴുത്തിനാണെങ്കിൽ അത് സ്ഥാനത്ത് നമ്മൾ പോലെ കിടക്കുകയാണെങ്കിലും മുഖത്തേക്കാണ് നമുക്ക് ആക്രമണം വരാം നേരിട്ട് മുഖങ്ങള്. അത് സ്ഥാനത്ത് ഇയാൾ ഇങ്ങനെ തിരിഞ്ഞിരുന്നോണ്ട് പുറകുന്ന വന്നേ. വയസ്സിന്റെ ഒരു കുഴപ്പം തന്നെ. ഇപ്പൊ അത് സ്ഥാനത്ത് എന്റെ സ്ഥാനത്ത് വേറെ ഒരുത്തനാണെങ്കിൽ ഓടും. അയാൾ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ വലിച്ചോണ്ട് പോവായിരുന്നു. വലിയ കാര്യം തന്നെയാ ചെയ്ത്. ആ സമയത്ത് എന്താ പെട്ടെന്ന് എങ്ങനെയാ? ഞാന് പിന്നെ വച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് വച്ചിട്ട് പിന്നെ ജഗവാക്കിയപ്പോഴാണ് മൂപ്പർ അവിടെ ഇട്ടിട്ട് പോയത്. ഇട്ടിട്ട് ദൂരം പോയിട്ടില്ല, അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ തൊട്ടപ്പുറം 2 കാവക്കാരുണ്ടായിരുന്നു. അവര് വന്ന് അവര് സംഭവത്തിനെ കണ്ടു ഈ ടൈഗറെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് നിലവിളിച്ച് ഒച്ച ഇതൊക്കെ ആക്കിയത് കൊണ്ട് മൂപ്പർ ഇട്ടിട്ട് പോയതാ. പിന്നീട് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പിന്നീട് ഏറ്റി മൂപ്പറെ കൊണ്ടുപോയി. മൂപ്പർക്ക് അപ്പൊ ബോധമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇത് ഞങ്ങളെ പുറകെ തന്നെ സൈഡിൽ കൂടി ഇത് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് കോട്ടയൂരുള്ള 2 പേരാണ്. അവരെ ഞാൻ മുമ്പിൽ ഇയാളെ പിടിച്ചെടുത്ത് പോകുമ്പോൾ അവരെ പുറകെ നിന്നിട്ട് ഞാൻ ടോർച്ചെടുത്ത് ഒച്ചയിട്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. ഇപ്പൊ 1 മാസത്തിന് ശേഷം പുള്ളിക്കാരന് ഇപ്പൊ ഇങ്ങനെ എണീറ്റ് നടക്കാനൊക്കെ ആയി. എന്താ ചേട്ടന് പറയാനുള്ളത്? അല്ല, മൂപ്പറിപ്പോ രക്ഷപ്പെട്ടല്ലോ. നമ്മളിപ്പോ ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോ മൂപ്പർക്ക് ഇനിയിപ്പം തൊഴിലിനൊക്കെ ഇറങ്ങാം. ഇങ്ങനത്തെ പ്രശ്നം ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ മുമ്പേ നമ്മളെ അറിവിലൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല, നമ്മളെ ഈ ഏരിയയില്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പുലി നെരി ടൈഗർ അടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ കടുവ എങ്ങനെ ഇപ്പൊ എണ്ണം കൂടിയ പോലെ ഉണ്ടല്ലേ? എണ്ണം കൂടിയ പോലെ ഉണ്ട്. ഇതിന് പിന്നെ ചേട്ടന് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നെ രാവിലെ ഞങ്ങള് പിന്നെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുന്ന വരുത്തത്തില് സംഘത്തിന്റെ മുമ്പിൽ പൊട്ടുപോയത് ഞാൻ. കടുവ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ സാധാരണ കടുവ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു രീതി ആക്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടുപോയാലും പിന്നെ ഇത് ഭക്ഷണങ്ങളൊക്കെ തേടി വെള്ളം കുടിവെള്ളം ഇല്ലാതെ വരുന്ന സമയത്തൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാലും അവര് ആക്രമിക്കും. ആ സമയത്ത് മുമ്പിൽ കിട്ടുന്ന എന്താണ് അവര് ആക്രമിക്കുന്നത്. ഇപ്പോഴും ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോകുമ്പോ റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക്കാണ്. എന്നാലും നമ്മളെ തൊഴിൽ നമ്മൾ ചെയ്യാണ്ട് നമുക്ക് രക്ഷയില്ലല്ലോ. അതെ, കറക്റ്റുള്ള ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. ടോർച്ചും കത്തിയും അങ്ങനത്തെ. പിന്നെ ഞങ്ങളിത് വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ച് ഇങ്ങനെ പിന്നെ സാറുമാര് അവരും പറഞ്ഞാൽ അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർക്കും ജീവന പേടിയൊക്കെ ഉണ്ടാവും. എന്നൊക്കെയാണ് സംഭവം. ഞാൻ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നേ. അപ്പൊ ഇത് കണ്ട ആളോ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചു വന്നത്. അപ്പൊ ശരി കേട്ടോ. ശരി. നമ്മളിപ്പോൾ ആ ചേട്ടനെ അന്ന് കടുവ ആക്രമിച്ച ആ ഒരു സ്ഥലം കാണാനായിട്ടാട്ടോ പോകുന്നത്. ചേട്ടൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു സ്ഥലം കണ്ടില്ല. ഇന്ന് ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഇപ്പുറേ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ അങ്ങോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ചേട്ടൻ ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ? ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു അവിടെ പോയിട്ട് അവൻ പോയി അങ്ങോട്ട് പോയി. അവൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന അപ്പം വരാം. അവൻ വന്ന് ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എണിക്കാൻ നോക്കി. അപ്പം നോക്കുമ്പോൾ ഇവിടെ വന്നെത്തി. അങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞതാ. തിരിഞ്ഞ് നോക്കി ഇവിടെ പിടുത്തവും കഴിഞ്ഞു. നീ ഇതിലെങ്ങനെ നടന്നു വന്നതാണ്? ഇതിലെ ഈ കെട്ടുകൂടി തന്നെ വന്നേ. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു വരവ്. ഇതിൽ കൂടെ വന്നത്. ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ളൂ. ഇവിടെ പിടുത്തവും കഴിഞ്ഞ് എന്നിട്ട് എങ്ങോട്ടാ വലിച്ചിട്ടെന്ന് അങ്ങോട്ട് അവിടെ ഇട്ട ആ കെട്ടില്ല അവിടത്തേക്ക്. ആ സൈഡിലേക്ക് അവിടത്തേക്കാണ് എന്നെ എടുത്തിട്ട്. മറ്റേ പുള്ളി വന്നപ്പോൾ അവിടെ കിടന്നല്ലേ? അവിടെ ഉണ്ടായത്. മൂപ്പർ ഇവിടെ എത്തിയല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടായത് അവിടെയാ. മൂപ്പർ പറഞ്ഞു കേട്ടല്ലോ, നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. അതെ 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 അതിന് അനുഭവം നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, അതിൻ്റെ യഥാർത്ഥം. അതെ അതെ. അപ്പോൾ ചേട്ടനെ കടുവ ആക്രമിച്ച ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പറ ട്രഞ്ച് അപ്പറ ട്രഞ്ച്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കടുവയുടെ ആക്രമണം ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ പുള്ളി ആനേനെ ഓടിക്കാനായിട്ട് പോയി നിന്ന ഒരു നിൽപ്പാണ്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, വെങ്കടദാസ് എന്ന് പറഞ്ഞ ആ ചേട്ടനെ കടുവ ആക്രമിക്കുകയും അതിനുശേഷം നമ്മൾ ആ ചേട്ടനെ അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീട്ടിൽ പോയി കാണുകയും ഒക്കെ ചെയ്തു. അന്ന് നമ്മൾ സഹായ അഭ്യർത്ഥനയൊക്കെ നടത്തി. അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖമാകട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരിക്ക് പറ്റിയ അതൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ ഏതായാലും ഒരു മാസത്തിന് ശേഷം, കൃത്യം ഒരു മാസത്തിന് ശേഷം, ആ വീഡിയോ ചെയ്തതിന് ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും നമ്മൾ ഇന്ന് വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷകരമായ കാര്യം തന്നെയാണ് നമ്മളിന്ന് കണ്ടത്. അദ്ദേഹം എണീറ്റ് നടക്കാനായിട്ടൊക്കെ തുടങ്ങി. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ മറ്റേ വാച്ചറിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഏതായാലും അദ്ദേഹം സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹായം ഒക്കെയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ ഒത്തിരി നന്ദി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭീഷണി കോളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഭീഷണി ഇടുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ, ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഊഹാഭാവങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കാറില്ല. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ ഇത്തരം ഭീഷണിപ്പെടുന്ന ആൾക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനോട് സഹായിച്ച എല്ലാ നമ്മുടെ പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ ഏതായാലും മറ്റൊരു ദിവസം വേറൊരു നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.